ലോകത്തിലെ ഏറ്റവും എരിവേറിയ മുളകായ ഭൂത് ജോലോക്യ അഥവാ ഗോസ്റ്റ് പെപ്പർ വിളയിച്ചെടുത്ത റിട്ടയേർഡ് പ്രൊഫസർ ശ്രദ്ധേയനാകുന്നു. കേരള സർവകലാശാല ബോട്ടണി വിഭാഗം മുൻ പ്രൊഫസറും വെങ്ങാനൂർ അമൃതഗംഗയിൽ താമസക്കാരനുമായ പ്രൊഫസർ എ ഗംഗാപ്രസാദിന്റെ വീട്ടുമുറ്റത്തെ ചെടിച്ചട്ടിയിലാണ് ഈ അപൂർവ ഇനം മുളക് കൃഷി ചെയ്ത് വിജയിപ്പിച്ചത്. സാധാരണ മുളകുകളെ അപേക്ഷിച്ച് ഏകദേശം 100 മടങ്ങ് എരിവ് കൂടുതലുള്ളതാണ് ക്യാപ്സിക്കം ചൈനീസ് എന്ന ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്ന ഈ മുളക്. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളായ ആസാം, നാഗാലാൻഡ്, മേഘാലയ എന്നിവിടങ്ങളിൽ പ്രധാനമായും കൃഷി ചെയ്യപ്പെടുന്ന ഇത് വിദേശ രാജ്യങ്ങളിലേക്കും വലിയ തോതിൽ കയറ്റി അയക്കാറുണ്ട്. കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ മേഘാലയയിലെ ഷില്ലോങ്ങിൽ നടന്ന ഒരു സെമിനാറിൽ പങ്കെടുക്കാൻ പോയ വേളയിലാണ് പ്രൊഫസർ ഗംഗാപ്രസാദ് അവിടത്തെ പച്ചക്കറി മാർക്കറ്റിൽ നിന്നും ഈ മുളക് ശേഖരിക്കുന്നത്. ഇതിൽ നിന്നെടുത്ത വിത്തുകൾ പാകിയെങ്കിലും അതിൽ ഒരെണ്ണം മാത്രമാണ് മുളച്ചു വന്നത്. തുടക്കത്തിൽ ഇലകൾക്ക് വെള്ള നിറമായിരുന്നെങ്കിലും പിന്നീട് ക്രമേണ അവ പച്ച നിറമായി മാറിയെന്നും അദ്ദേഹം പറഞ്ഞു. വെറും 3 മാസത്തിനുള്ളിൽ ചെടി പൂവിട്ട് കായ്ക്കുകയും ചെയ്തു. നിലവിൽ ചെടിയിലെ എല്ലാ കായ്കളും നല്ല ചുവന്ന നിറത്തിലായിട്ടുണ്ടെന്നും കാഴ്ചയിലുള്ള മനോഹാരിത കാരണം ഇവ വിളവെടുക്കാൻ തോന്നുന്നില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പെപ്പർ എന്ന് പറയുന്ന മേഘാലയ, നാഗാലാൻഡ്, ആസാം എന്നീ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ കൃഷി ചെയ്യുന്ന ലോകത്തിലെ ഏറ്റവും എരിവ് കൂടിയ ഒരു മുളകിനമാണ്. ഇതിനെ ഭൂത് ജോലോക്യ എന്ന് അവരുടെ ഭാഷയിൽ അതിനെ ഭൂത് ജോലോക്യ എന്നാണ് പറയുന്നത്. ഭൂത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രേതം, അപ്പോൾ അല്ലെങ്കിൽ ഗോസ്റ്റ് പെപ്പർ എന്ന് പറയുന്നത് വിദേശികളിട്ട പേരാണ്. ഇതിൻ്റെ അത്രയ്ക്ക് എരിവ് കാരണം പ്രേതങ്ങളുടെ ഒരു സാമീപ്യം പോലെ അത്ര കാഠിന്യമുള്ളതെന്നുള്ള അർത്ഥത്തിലാണ്. ഇതവിടെ കൂടുതലും അച്ചാറുണ്ടാക്കാനും അവരുടെ ഡെയിലി പ്രിപ്പറേഷൻസ് ആയ ഇറച്ചി വിഭവങ്ങളായാലും അതേപോലെയുള്ള മറ്റു ഭാഗങ്ങളിലും അവർ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നു. അതുകൂടാതെ ഇത് പെപ്പർ സ്പ്രേ ഉണ്ടാക്കാനും ഉപയോഗിക്കുന്നുണ്ട്. ആഭ്യന്തര വിപണിയിലും വിദേശങ്ങളിലേക്കും ഇത് വലിയ മാർക്കറ്റ് ഡിമാൻഡുള്ള ഒരു മുളകിനമാണ്. ഇതിന് ഏകദേശം ഈ മുളകിൻ്റെ എരിവ് നോക്കുന്നത് SHU എന്ന ഒരു യൂണിറ്റ് പ്രകാരമാണ്. നമ്മൾ സാധാരണ മുളകിനങ്ങൾക്ക് ഒരു 500-5000 താഴെയൊക്കെ വരത്തുള്ളൂ. പക്ഷേ ഈ മുളകിന് ഏകദേശം 80,000-നും 1,00,000-നും മുളകിൽ ആ യൂണിറ്റ് വാല്യൂ ഉണ്ട്. 2007 നമ്മുടെ ഗിന്നസ് വേൾഡ് റെക്കോർഡ് പ്രകാരം ഇതിന് ലോകത്തിലെ ഏറ്റവും എരിവ് കൂടിയ മുളകിനമായി പ്രഖ്യാപിച്ചിട്ടുണ്ട് 2007. അതിനുശേഷം ഇതിനേക്കാളും എരിവുള്ള ഇനങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ഇത് ഇന്നും ഒരു ലോകത്തിൽ ഏറ്റവും എരിവ് കൂടിയ ഒരു മുളകിനമായി ഇന്നും തുടർന്നു പോകുന്നുണ്ട്. ഇത് വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റി അയച്ച് അവരുടെ ഒരു നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റിലെ ഇന്ത്യയിലെ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റിലെ ആളുകളുടെ ഒരു പ്രധാന വരുമാന മാർഗം കൂടിയാണ്. ഇത് നല്ല ഓർണമെൻ്റൽ വാല്യൂയും കൂടെ ഉള്ളതാണ്. കാരണം നമുക്ക് കാണാൻ നല്ല ഭംഗിയുള്ളത് കൊണ്ട് ഇത് പറിക്കാൻ തന്നെ തോന്നുന്നില്ല. അങ്ങനെയാണ്. അപ്പോൾ ഇത് നമ്മുടെ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ് എന്ന് പറയുന്നത് വളരെ മലനിരകളോട് കൂടിയ ഭൂപ്രകൃതിയുള്ള സംസ്ഥാനങ്ങളാണ്. അവിടെ ഇത് വളരുന്നു. ഇവിടെ ഇപ്പോൾ ഞാൻ എൻ്റെ ഈ തീരപ്രദേശത്തോട് ഉള്ള വെങ്ങാനൂരാണ് ഞാൻ താമസിക്കുന്നത്. ഇവിടെ ഇത് ഭംഗിയായിട്ട് വളരുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മലയോര പ്രദേശങ്ങളിൽ ഇത് വളരെ ഭംഗിയായിട്ട് കൃഷി ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കർഷകർക്ക് ഇതൊരു വരുമാന മാർഗമാകും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. 2007 ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ ഇടം നേടിയ ഭൂത് ജോലോക്യയുടെ എരിവ് 10 ലക്ഷം സ്കോവിൽ ഹീറ്റ് യൂണിറ്റിന് മുകളിലാണ്. GTV ന്യൂസ്, വിഴിഞ്ഞം.